കഴിഞ്ഞ മാർച്ചിൽ വെള്ളറടയിലെ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് പിടിച്ചെടുത്തത് 47 കിലോ കഞ്ചാവാണ്. ഈ കഞ്ചാവിന്റെ ഉറവിടം തേടി യാത്ര ആരംഭിച്ച കേരള പോലീസ് എത്തിപ്പെട്ടത് ഒഡീഷയിലെ ബാൽഡ ഗ്രാമത്തിലാണ്. പോലീസിന് പിടികൂടാനായത് കൊടും കുറ്റവാളിയായ അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തലവൻ ജാഫറിനെ. ഏറെ കാലമായി തിരുവനന്തപുരം കല്ലറ സ്വദേശിയായ ജാഫർ ഒഡീഷയിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ വെള്ളറട ആറാട്ടുകുഴിയിൽ വാഹന പരിശോധനയ്ക്കിടെ 47 കിലോ കഞ്ചാവുമായി 5 പേരെ പോലീസ് പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിലാണ് ഒഡീഷയിലെ ബാൽഡ ജില്ലയെക്കുറിച്ചും ജാഫറിനെ കുറിച്ചും പോലീസിന് വിവരം ലഭിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പാറശാല, നെയ്യാറ്റിൻകര, കാട്ടാക്കട, നെടുമങ്ങാട് സ്റ്റേഷനുകളിൽ പോക്സോ ഉൾപ്പെടെ വിവിധ കേസുകളിൽ പ്രതിയാണ് ജാഫർ. ഏറെക്കാലമായി ഒഡീഷയിലെ കൊറപ്പൂട്ട് ജില്ലയിൽ പഡ്വ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബാൽഡ ഗ്രാമത്തിൽ താമസിക്കുന്നു. മാവോയിസ്റ്റ് സ്വാധീനമുള്ള വനമേഖലയിൽ കഞ്ചാവ് കൃഷി ചെയ്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നതാണ് ജാഫറിന്റെ പണി. കഴിഞ്ഞ 5 മാസമായി വെള്ളറട പോലീസ് ഇയാളുടെ പിന്നാലെയുണ്ട്. 2 പ്രാവശ്യം ഒഡീഷയിലെ ഗ്രാമത്തിൽ കേരള പോലീസിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ജാഫർ മാവോയിസ്റ്റ് സ്വാധീനമുള്ള വനമേഖലയിലേക്ക് കടന്നു. എന്നാൽ റെയിൽവേ ഉദ്യോഗസ്ഥരെന്ന വേചേന ഒഡീഷയിലെ ബാൽഡ ഗ്രാമത്തിലെത്തിയ പോലീസ് ബാൽഡ ഗുഹയ്ക്ക് സമീപം വനത്തിൽ ദിവസങ്ങളോളം താമസിച്ചാണ് അതിസാഹസികമായി ജാഫറിനെ പിടികൂടിയത്. കല്ലറ സ്വദേശിയായി ജാഫർ എന്ന അനീസ് 10 വർഷമായിട്ട് ഒറീസയിൽ തന്നെയാണ്. ഒറീസയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ ഉള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഗഞ്ചാവ് പോലുള്ളവ കടത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ വഹിച്ചിരുന്ന ആളാണ്. അവിടുത്തെ ട്രൈബൽ ഏരിയ കേന്ദ്രീകരിച്ചാണ് ഈ കൂടുതലായിട്ട് ചെയ്തിരുന്നത്. പിടിക്കപ്പെടാതെ ഇരിക്കാൻ ബാൽഡ ഗ്രാമവാസികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെയായിരുന്നു ജാഫർ പണമിടപാട് നടത്തിയിരുന്നത്. മാത്രമല്ല, സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെയും സ്വന്തമായി സിം കാർഡ് ഉപയോഗിക്കാതെയും ഇയാൾ ശ്രദ്ധിച്ചിരുന്നു. ജാഫറിനെ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.